സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻ, സൂപ്പർ നാച്ചുറൽ സപ്ലൈ. നമ്മുടെ കർത്താവ് അവൻ സൂപ്പർ നാച്ചുറൽ സപ്ലൈ തരുന്ന ദൈവമാണ്. 3.5 വർഷം കാക്കയും കൊണ്ട് മോർണിംഗ് ആൻഡ് ഈവനിങ്. അപ്പോ അയ്യോ അവിയലല്ല, വെജിറ്റബിൾ അല്ല, അപ്പോ ഇറച്ചി 3.5 വർഷം ദൈവം കൊടുക്കുന്നു. അതെന്താ പറയുന്നത്? സൂപ്പർ നാച്ചുറൽ സപ്ലൈ. വിധവയുടെ സാരാപത്തിൽ വിധവയുടെ വീട്ടിൽ പ്രവാചകൻ ചെന്നു. പിന്നെ അവിടെ എന്തെങ്കിലും കുറവുണ്ടായോ? സൂപ്പർ നാച്ചുറൽ സപ്ലൈ. ഹല്ലേലൂയ. പുതിയ നിയമത്തിലോട്ട് വാ. പത്രോസ് ടാക്സ് അടയ്ക്കാൻ കാശില്ല. യേശു കർത്താവ് പറയാ, നീ പോയി ചൂണ്ടയിട. ചൂണ്ടയിട്ടപ്പോൾ മീന്റെ വായിൽ ദ്രവം. സൂപ്പർ നാച്ചുറൽ സപ്ലൈ. ഇന്നും നമ്മുടെ സഭയിലെ പല മീനുകളും ആര് ചൂണ്ടയിട്ടാലും മീനുകളെ കിട്ടത്തില്ല. അത് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. അതിനകത്ത് ഒരു സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻ ഉണ്ട്. അതിനകത്ത് ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ സപ്ലൈ ഉണ്ട്. മുഴുവൻ പത്രോസ് അധ്വാനിക്കുക. രാത്രി മുഴുവൻ പടയിൽ അധ്വാനിച്ചു, മീനെ കിട്ടിയില്ല. അവസാനം രാവിലെ ക്ഷീണിച്ച് വിഷമത്തോട് വലയൊക്കെ കഴുകി. ആ സമയത്താണ് യേശു കർത്താവ് പറയുന്നത്, ഇന്ന സൈഡിലോട്ട് വലയിടറാ. ഇപ്പം മുക്കുവനാണെങ്കിൽ ആ എക്സ്പീരിയൻസ്ഡ് മുക്കുവനാണ്. അദ്ദേഹത്തിന് രാത്രിയിലെ മീന് കിട്ടത്തില്ല, പകല് കിട്ടത്തില്ല. എന്നാൽ ആ യേശുവിന്റെ വാക്കിനെ ഒന്ന് അനുസരിച്ചു. നമ്മൾ ഈ വായിച്ച വചനം വേണം നമുക്കൊന്ന് കണക്ട് ചെയ്യാം. യേശുവിന്റെ വാക്കിനെ അനുസരിച്ചു. വല കീറുമാറ് മീൻ കൂട്ടത്തെ കിട്ടിയെന്നാ പറയുന്നത്. ഹല്ലേലൂയ. വലയുടെ കപ്പാസിറ്റിക്ക് അപ്പുറമാണ്. കാരണം ഉറക്ക വലിച്ചാൽ കീറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അത് വളരെ നീറ്റായിട്ടാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനാണെങ്കിൽ നീ അനുസരിക്കാൻ റെഡിയാണേ, നിന്റെ പടക് നിറയും. അവിടെ പടക് നിറഞ്ഞത് മാത്രമല്ല, മറ്റുള്ളവർക്കും നിറയാൻ പോവുകയാണ്. കർത്താവ് സമൃദ്ധിയെ അനുഗ്രഹിക്കാൻ പോകട്ടെ. Come on, lift up your hand and say glory.